ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ ഒലി ഫുഡ് കോർട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മന്തിയാണ്. അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ മകൾ ഷംനിയാണ് എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത്. ഒരുപാട് താങ്ക്സ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും കൂട്ടുകാർ ഇനിയും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് ഓളൊന്നും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പച്ചമല്ലി, 2 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് വലിയ ജീരകം, പിന്നെ 4 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ 4 ടീസ്പൂൺ വലിയ ജീരകം, അതായത് പെരുംജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നല്ല ഈ വറക്കൊന്നും വേണ്ട, ഈ പച്ച തന്നെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ അത് നമ്മുടെ മസാല പൗഡർ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് നമ്മുടെ ഈ മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. 2 മാഗി ക്യൂബാണ് ആവശ്യമുള്ളത്. പക്ഷെ എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തത്. ഇത് കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ 2 മാഗി ക്യൂബ് ചേർക്കുകയാണെങ്കിൽ പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം മാഗി ക്യൂബിൽ ഉപ്പുള്ളതാണ്. അപ്പം അതുകൊണ്ട് നോക്കിയിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി. ഞാൻ ഏതായാലും ഇവിടെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, കാരണം ഞാൻ ഒരെണ്ണം അല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ. നല്ലവണ്ണം ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ അത് ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ 1 കിലോ ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തി വെക്കണം. പച്ചവെള്ളത്തിൽ കുതിർത്തി വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ബസുമതി റൈസ് കുതിർക്കാൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. അത് നമുക്കിനൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 കഷ്ണം പട്ട, 4 ഏലക്കായ, പിന്നെ ഒരു 6 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിരുന്ന ബസുമതി റൈസ് ഇതിൽ ചേർത്ത് കൊടുക്കുക. അരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അരി കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബസുമതി റൈസ് നമുക്ക് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. റൈസ് ഇപ്പോൾ അത്യാവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിൽ ഒഴിച്ചിട്ട് നമ്മൾ വെള്ളം ഊറ്റി ഒഴിവാക്കണം. ഞാനിവിടെ ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കന് ഓരോരോ പീസ് എടുത്തിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ശരിക്കും ഈ ചിക്കൻ മുങ്ങുന്ന അത്രയും ലെവലിലാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. പക്ഷേ സൺഫ്ലവർ ഓയിൽ അത്ര ഹെൽത്തി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതാണ് ഞാൻ കുറച്ച് ഒഴിക്കാൻ കാരണം. ഞാനിവിടെ ചിക്കൻ്റെ 3/4 ഭാഗത്തോളൊന്നും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് കൂടുതൽ എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ കിടന്ന് കുക്കാവട്ടെ. ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് 2 കളർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു യെല്ലോ കളറും അതുപോലെ ഒരു റെഡ് കളറും. ഇതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന റൈസ് എടുത്തിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വീതം ഓരോന്നിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ യെല്ലോ കളറിലും അതുപോലെ റെഡ് കളറിലും ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. അപ്പോൾ ഞാനതൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് അതങ്ങനെ ചെയ്തെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പകുതി വെവായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം.
ഇപ്പോൾ ഞാനിതെല്ലാം മറച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡും കൂടെ ഇതുപോലെ അടച്ചു വെച്ചിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ 2 വശവും ഇതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന റൈസ് മുഴുവനായിട്ടും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ നേരത്തെ കളറിട്ട് വെച്ചിരുന്ന 2 കളറുകളും അത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടി തട്ടാണ്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്, കാരണം നമ്മൾ മൊത്തത്തിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കും എത്തിക്കോളും. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചിരട്ടയുടെ കനൽ ഇതുപോലെ ഈ റൈസിൻ്റെ സെൻറ്ററിൽ ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് പെട്ടെന്ന് തന്നെ നമ്മൾ കവർ ചെയ്യണം, കാരണം ആ സ്മോക്കൊന്നും പുറത്ത് പോകാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ഇത് കവർ ചെയ്ത് കൊടുക്കുക, സ്മോക്കെല്ലാം അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദമ്മിട്ടെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്നും നമ്മൾ നേരത്തെ വെച്ചിരുന്ന കനൽ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഇത് നമുക്ക് അടി തട്ടിക്കൊണ്ട് തന്നെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ചിക്കനും അതുപോലെ അതിലെ എണ്ണയെല്ലാം ഈ റൈസിൽ നല്ലോണം പിടിക്കത്തക്ക വിധത്തിൽ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത റെസിപ്പി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്